DCC ട്രഷറർ എൻ.എം. വിജയനും മകൻ ജിജീഷും ആത്മഹത്യ ചെയ്ത കേസിൽ KPCC പ്രസിഡന്റായ കെ സുധാകരന്റെ മൊഴിയെടുക്കും. KPCC പ്രസിഡന്റിന് എൻ.എം. വിജയൻ കത്ത് നൽകിയിരുന്നുവെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം. എൻ.എം. വിജയൻ എഴുതിയ കത്ത് സുധാകരന് കിട്ടിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എപ്പോൾ കിട്ടി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസ് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. മൊഴിയെടുക്കുന്ന തീയതി പിന്നീടാകും തീരുമാനിക്കുക. കേസിൽ പ്രതികളായ DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥനെയും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഗോപിനാഥന്റെ വീട്ടിൽ 2 മണിക്കൂറോളം നടത്തിയ പരിശോധനയിൽ ചില രേഖകളും പോലീസ് കണ്ടെടുത്തു. കേസുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും അന്വേഷണത്തിന് ഗുണകരമായ രേഖകളാണ് ലഭിച്ചതെന്നാണ് വിവരം. പ്രത്യേക അന്വേഷണ സംഘം മേധാവി ബത്തേരി DYSP KK അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. എൻ.എം. വിജയന്റെ കത്തുകളിലെയും ഡയറി കുറിപ്പുകളിലെയും പേര് പരാമർശവുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യങ്ങളെന്നാണ് സൂചന ലഭിക്കുന്നത്. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കൽപ്പറ്റ സെഷൻസ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ഇരുവരും ഹാജരായത്. കേസിലെ 1-ാം പ്രതിയായ IC ബാലകൃഷ്ണൻ MLAക്ക് നിയമസഭ സമ്മേളിക്കുന്നതിനാൽ ഇളവ് നൽകിയിരുന്നു. 23, 24, 25 തീയതികളിൽ MLA ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് DYSP പറഞ്ഞു. വിജയന്റെ മുറിയിൽ നിന്ന് ലഭിച്ച ഡയറിക്കുറിപ്പിൽ 1.5 കോടിയോളം രൂപയുടെ വായ്പ അടക്കമുള്ളവ ഉണ്ടെന്ന സൂചനകളുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 14 ബാങ്കുകളിൽ നിന്ന് അക്കൗണ്ട് വിവരങ്ങൾ പ്രത്യേക സംഘം തേടുകയും ചെയ്തു. ബത്തേരി അർബൻ ബാങ്കിൽ നിന്നും ബത്തേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലഭിച്ച വിവരങ്ങളിൽ 1 കോടിയിലേറെ രൂപയുടെ ബാധ്യതയുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. നിയമനത്തിന് പണം വാങ്ങി വഞ്ചിച്ചതായി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച 2 പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതേക്കുറിച്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ബാങ്കിലെ നിയമന തട്ടിപ്പ് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടിരുന്നു. വയനാട് വിജിലൻസ് DYSP ഷാജി വർഗീസിനാണ് അന്വേഷണ ചുമതല. എൻ.എം. വിജയന്റെയും മകന്റെയും ആത്മഹത്യയെ തുടർന്ന് മാധ്യമങ്ങളിലെ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ബാങ്ക് നിയമനം അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകളാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. അതേസമയം വയനാട് DCC ട്രഷറർ എൻ.എം. വിജയന്റെ ആത്മഹത്യയിൽ ചോദ്യം ചെയ്യുമെന്ന വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു. ചോദ്യം ചെയ്യലിന് തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. മൊഴിയെടുക്കാൻ വിളിപ്പിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും കെ സുധാകരൻ പറഞ്ഞു. അടുത്ത ദിവസം എൻ.എം. വിജയന്റെ വീട് സന്ദർശിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥിന്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് അന്വേഷണത്തെ സഹായിക്കുന്ന രേഖകൾ കണ്ടെടുത്തതായും പോലീസ് വെളിപ്പെടുത്തി.